പശ്ചിമേഷ്യൻ യുദ്ധം റഷ്യയ്ക്ക് ലോട്ടറി ആയിരിക്കുകയാണ്. ഏപ്രിലിലെ എണ്ണ വരുമാനം ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. യുദ്ധകാലത്ത് ഇരട്ടി വരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് റഷ്യ ഇതിനോടകം തന്നെ. ഹോർമുസ് നിയന്ത്രണം ഇനിയും നേട്ടമുണ്ടാകും. മാത്രമല്ല പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി തുടരുകയാണ്. വെടിനിർത്തൽ കരാർ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇരട്ടി ലാഭമാക്കി മാറ്റുകയാണ് ഇറാൻ. മാത്രമല്ല ഒപ്പം ഈ റഷ്യയ്ക്കും ഇത് വലിയൊരു ലാഭമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണ്ടത്തരം കാണിക്കുന്നത് ഇസ്രയേലും ഇറാനുമാണ്. എന്തായാലും ഇറാൻ യുദ്ധത്തോടെ റഷ്യ ഉണ്ടാക്കിയത് റെക്കോർഡ് ലാഭമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഹോർമുസ് അടച്ചതോടെ ഉപരോധം ഭാഗികമായിട്ട് നീങ്ങിയതും വലിയ രീതിയിലുള്ള നേട്ടമായിരിക്കുകയാണ് റഷ്യൻ രാജ്യത്തിന്. യുദ്ധത്തിൽ സഹായിച്ച റഷ്യയ്ക്ക് സാമ്പത്തിക നേട്ടത്തിന് ഇറാൻ ഹോർമുസ് നിയന്ത്രണം വഴി ഇനിയും സഹായം നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഖനന നികുതിയിൽ ഇരട്ടിയിലേറെ വർധനവാണ് റഷ്യയിൽ ഉണ്ടായത്. ഇറാൻ യുദ്ധത്തോടെ ഉണ്ടായിട്ടുള്ള എണ്ണ വില വർധനവ് റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടമായിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ റഷ്യയുടെ ഓയിൽ ഉൽപാദനത്തിന് ലഭിക്കുന്ന ഖനന നികുതി മാർച്ചിലെ 327 ബില്യൺ റൂബിൾസിൽ നിന്ന് 700 ബില്യൺ റൂബിൾസ് ആയി ഉയർന്നിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ആക്രമണം നടത്തി എന്തെങ്കിലുമൊക്കെ നേടാം, സമ്പത്ത് നേടാം, എണ്ണപ്പാടങ്ങൾ നേടാം എന്ന് കരുതിയ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇന്ന് ഒന്നുമില്ല കയ്യിൽ. അവരുടെ തന്നെ സാമ്പത്തിക അടിത്തട്ട് ഇളകിയ ഒരു അവസ്ഥയാണ്. കടം ചോദിക്കുകയാണ്. ഇനി താരിഫ് ഏർപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്ന ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കാണാം. എന്തായാലും ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് ഇറാനും റഷ്യയ്ക്കും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ഏകദേശം 8,30,000 കോടി രൂപയാണ് ഇറാന് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. മറുവശത്ത് അമേരിക്കയുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് എല്ലാം നിലച്ചു. മാത്രമല്ല അവിടെ വലിയ രീതിയിലുള്ള പട്ടിണി നേരിടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് റഷ്യ അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ട് അവിടെ വലിയ രീതിയിൽ ഇറാനുമായിട്ട് ചേർന്നുകൊണ്ട് വലിയ ലാഭം കൊയ്തത്. എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ ഖനനം ചെയ്യുന്ന മുഴുവൻ കമ്പനികളും നികുതി നൽകണം. റെക്കോർഡ് ഖനനം നടന്നതിന്റെ തെളിവാണ് റഷ്യയുടെ ഈ ഒരു സാമ്പത്തിക നേട്ടം കാണിക്കുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരനായിട്ടുള്ള റഷ്യയ്ക്ക് ഈ ഒരു യുദ്ധം വലിയ സാമ്പത്തിക ലാഭമായിട്ട് മാറുകയാണ് ചെയ്തത്. ഹോർമുസിൽ ഇറാൻ ഇപ്പോഴും നിയന്ത്രണം തുടരുന്നതും റഷ്യയ്ക്ക് ഗുണമാകും. ഇനി ഇരുകൂട്ടരും ചേർന്ന് ആഗോള എണ്ണ വിപണിയിൽ ചരടുവലി നടത്താമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആരാണ് ഈ ഇരുകൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും റഷ്യയും. കാരണം ഇറാന് റഷ്യയ്ക്ക് സഹായം ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയും ലാഭം റഷ്യയ്ക്ക് കിട്ടിയത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഇറാനും വലിയ രീതിയിലുള്ള ലാഭമുണ്ട്. ഈ ചുങ്കം പിരിവ്, ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഓരോ കപ്പലുകൾക്കും ഈടാക്കുന്ന ആ തുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭമാണ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ കാണാൻ സാധിച്ചത്. എന്തായാലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ്. അവർ മോഹിച്ചതും സ്വപ്നം കണ്ടതുമായിട്ടുള്ള സാമ്പത്തികം അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ്. എന്തായാലും ഈ ഫലത്തിൽ ഇത് തിരിച്ചടിയാവുക ഗൾഫ് രാജ്യങ്ങൾക്കാണ്. പശ്ചിമേഷ്യ ആകെ തളർന്നിരിക്കുകയാണ്. ഈ യുദ്ധം ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ അവരുടെ സമ്പത്ത് ഒന്നും ഇല്ലാതെ അവർ പട്ടിണിയായി തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമാകും. ഇപ്പോൾ ഈ പറയുന്ന അമേരിക്ക ഏകദേശം ട്രംപ് പിച്ചച്ചട്ടി എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് ഇനി അവർക്ക് ഒന്നും തന്നെ ഇല്ല. കടം മേടിക്കണം, കടം മേടിച്ച് യുദ്ധം ചെയ്യുക എന്ന മാത്രം ലക്ഷ്യമാണുള്ളത്. അവിടുത്തെ ജനജീവിതമോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ കുറിച്ചോ യാതൊരുവിധ ആശങ്കയും ട്രംപിനോ നെതന്യാഹുവിനോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാകും. എന്തായാലും ഇറാനും റഷ്യയുമായും കൂടുതൽ മികച്ച നയതന്ത്ര ബന്ധത്തിലേക്ക് ഇവ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെ US എങ്ങനെ നേരിടും എന്നതിൽ വ്യക്തതയുമില്ല. എന്തായാലും മധ്യസ്ഥ ഇടപെടലുകളിലൂടെ ഇറാൻ യുദ്ധത്തിൽ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഭീഷണി മതിയാക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. അതിനിടയിലാണ് ഈ ഇറാനും ഈ റഷ്യയും റെക്കോർഡ് രീതിയിലേക്ക് അവർ ലാഭം കൊയ്യുന്നത്. അതൊരിക്കലും ഈ പറയുന്ന ട്രംപിന് സഹിക്കില്ല. അതുകൊണ്ട് ട്രംപ് എന്ത് കാര്യം ചെയ്ത് അവിടെ ഭീഷണി മുഴക്കി. നിരവധി തവണ ഭീഷണി മുഴക്കിയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പണത്തിന് വേണ്ടി ഭീഷണി മുഴക്കുകയാണ്. അതായത് ഇറാനുമായിട്ട് ആയുധ കച്ചവടം നടത്തുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക വാങ്ങുന്ന സാധനങ്ങൾക്ക് 50% താരിഫ് ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ 2 ആഴ്ച
വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം നടന്നത്. ഇനി ഇറാൻ ആയുധങ്ങളും ഈ സൈനിക സാമഗ്രികളും എത്തിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളുടെ മേൽ ഉടൻ തന്നെ ഞങ്ങൾ താരിഫ് ചുമത്തുമെന്നുള്ള വലിയ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഇനി ഒന്നുമില്ല. അവരുടെ ഖജനാവിലേക്ക് പണം എത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ, ഇല്ലെങ്കിൽ കടമെടുക്കണം. കടത്താൽ മുടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് പണം കിട്ടിയേ പറ്റും. അമേരിക്കയിലേക്ക് അവർ വിൽക്കുന്ന ചരക്കുകൾക്ക് 50% താരിഫ് ചുമത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒഴികഴിവുകളും ഉണ്ടാകില്ല. ട്രംപ് ഇതിനോടകം തന്നെ കർശനമായിട്ട് ഈ ഒരു താരിഫ് ചുമത്തുമെന്ന് ഈ പറയുന്ന ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം രാജ്യങ്ങൾക്കെതിരെയാണ് 50% തീരുവ ചുമത്തിയിരിക്കുന്നത് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും പശ്ചിമേഷ്യൻ ഇറാന് പിന്തുണ നൽകിയ ചൈനയും റഷ്യയുമാണ് ട്രംപ് ലക്ഷ്യം വെച്ചത് എന്നാണ് സൂചനകൾ. എന്തായാലും ഇസ്രായേൽ US സംയുക്ത ആക്രമണം അതിരൂക്ഷമാകുന്നതിനിടയിൽ മിസൈൽ വിതരണം, വ്യോമ സംവിധാനങ്ങൾ, ടെക്നോളജി എന്നിവയിലൂടെ മികച്ച പ്രതിരോധം തീർക്കാൻ ചൈനയും റഷ്യയും ഇറാനെ സഹായിച്ചിരുന്നു എന്ന് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ ഇറാനെതിരെ സംയുക്ത ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഈ പിന്തുണ ഇരു രാജ്യങ്ങളും കുറച്ചാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ പറയുന്ന ഇറാന് സൈനിക പിന്തുണ നൽകിയെന്ന ആരോപണം ബെയ്ജിംഗ് മോസ്കോ വാഗ്ദാക്കൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ ചൈനീസ് ചരക്കുകൾക്കെതിരെ സെക്ഷൻ 301 പ്രകാരം അന്യായ താരിഫ് ചുമത്തിയിരുന്നു. നേരത്തെ US ചൈന ബന്ധം സമീപനത്തോടുകൂടി നിലനിർത്തണമെന്നതാണ് പ്രസിഡന്റിന്റെ തീരുമാനമെന്ന് US വ്യാപാരി പ്രതിനിധി ജാമിസൺ ഗ്രീഗർ പ്രതികരിച്ചിരുന്നു. എന്തായാലും ചൈന പോലൊരു രാജ്യവുമായി സാമ്പത്തികമായിട്ട് ഏറ്റുമുട്ടാനുള്ള താല്പര്യമില്ല എന്നും ഗ്രീഗർ പറഞ്ഞിരുന്നു. ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തിയ സാഹചര്യത്തിൽ ഇറാനെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും ക്ഷീണിപ്പിക്കുകയാണെന്നതാണ് ട്രംപിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ വലിയ രീതിയിലുള്ള മോഹങ്ങളൊക്കെ ആയിട്ട് പോയിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു ട്രംപിന് വേണ്ടിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടത്തില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് ഇറാനെതിരെ നടത്തിയ 40 നാൾ നീണ്ട യുദ്ധം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിനെത്തിയെങ്കിലും പശ്ചിമേഷ്യയിൽ ആശങ്കകൾ ഒഴിയുന്നില്ല. വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇസ്രായേലിൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 250 പേർ കൊല്ലപ്പെട്ടത് സ്ഥിതിഗതികൾ വളരെ വഷളാക്കിയിരിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ അയൽ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കുകയും ലെബനാനിലെ ആക്രമണം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. താൽക്കാലിക ശാന്തി ഉണ്ടായെന്ന പൊതുധാരണ നിലനിൽക്കെയാണ് അമേരിക്ക സൈന്യം ഇറാന് സമീപം തുടരുമെന്ന്, അടുത്ത അധിനിവേശനത്തിന് തയ്യാറെടുക്കുമെന്നുമുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഒരു പ്രസ്താവന ഇറങ്ങുന്നത് അത് ലോകത്തെ വീണ്ടും മുൾമുനയിൽ ആക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ തന്നെ ഭീതിയിലാക്കുന്നത് പശ്ചിമേഷ്യ തന്നെയാണ്. എന്തായാലും ഇറാന് ചുറ്റുമുള്ള അമേരിക്ക സൈനിക വിന്യാസം തുടരുമെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്നതാണ് ട്രംപിന്റെ ഭീഷണി. എന്തായാലും ഇറാൻ തങ്ങളുടെ ആണവായുധ പരിപാടി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുകയും വേണമെന്നതാണ് അമേരിക്കയുടെ പ്രധാന നിബന്ധന. ഇതൊരിക്കലും ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. എന്തായാലും യഥാർത്ഥ കരാർ നടപ്പിലാക്കുന്നത് വരെ അമേരിക്ക നാവിക വ്യോമസേനകൾ മേഖലയിൽ തുടരുമെന്നും നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ നിലവിലെ ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഏത് നിമിഷവും തകർന്നേക്കാമെന്ന ഭീതിയിലാണ് രാജ്യാന്തര സമൂഹമുള്ളത്. പശ്ചിമേഷ്യ ആകെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുകയാണ്. എന്തായാലും നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള IRGC പ്രസിദ്ധീകരിച്ച ചാർട്ടിൽ കപ്പലുകൾ സഞ്ചരിക്കേണ്ട പാതയിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്നത് സമുദ്ര സുരക്ഷയെ ബാധിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളും അമേരിക്കയുടെ കടുത്ത ഭീഷണികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിൽ വിശ്വസിക്കാനാവില്ല എന്നാണ് ഇറാന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ ഈ ഒരു അസ്ഥിരത വരും ദിവസങ്ങളിൽ ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടമാണ് ഇറാനും റഷ്യയും നടത്തുന്നത്. ഈ ഒരു യുദ്ധം വീണ്ടും പോവുകയാണെങ്കിൽ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ലെവലിലേക്ക് അവരുടെ സാമ്പത്തികം എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. ഈ പറയുന്ന ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാമ്പത്തിക അടിത്തട്ട് ഇളകി
തുടങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യ അതീവ ഗുരുതരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും, മരുന്നുകൾ ലഭിക്കാതെ തന്നെ ഒരുപാട് പേർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇങ്ങനെയാണ് യുദ്ധം പോകുന്നത് എങ്കിൽ. എന്തായാലും ഇതിൽ നിന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ ഇറാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഈ ഒരു കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ മറു സൈഡിന് ഈ ഇറാന് വലിയ നേട്ടം സാമ്പത്തികപരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സഹായിക്കുന്ന റഷ്യയ്ക്കും ചൈനയ്ക്കും എല്ലാം ഇത് വലിയൊരു സഹായകവുമാകുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇപ്പോൾ റെക്കോർഡ് ലെവലിലാണ് അവരുടെ സാമ്പത്തികം. ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ, അതായത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ അവർ ഉണ്ടാക്കിയ ഒരു വരുമാനം എന്ന് പറയുന്നത്, അത് ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും വല്ലാണ്ട് ഒരു തിരിച്ചടിയാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ട്രംപ് താരിഫ് ചുമത്തുന്നത്. ട്രംപ് പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഇന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ട്രംപിനറിയാം അത് റഷ്യയും ചൈനയുമാണെന്ന്. പക്ഷേ റഷ്യയും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർ ഈ ഒരു രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ വലിയ നേട്ടം റഷ്യ കൊയ്യുമെന്നതിൽ സംശയമില്ല.